മഞ്ചേശ്വരം മാടയിലെ ചായക്കട വായനശാല വേറിട്ട കാഴ്ചയും വിശേഷവുമാകുന്നു. പലഹാരങ്ങൾക്കൊപ്പം 10,000-ലധികം പുസ്തകങ്ങളാണ് സുരേന്ദ്രൻ കോട്ടയാറിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ചായക്കടയിൽ ആളുകളെ കാത്തിരിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. മഞ്ചേശ്വരം ഉദ്യാവർ മാട ക്ഷേത്രത്തിന് സമീപത്തെ ഈ ചെറിയ ചായക്കടയാണ് പാനീയങ്ങൾക്കും പലഹാരങ്ങൾക്കുമൊപ്പം പലതരം പുസ്തകങ്ങളും പത്രങ്ങളുമായി പൊതുജനങ്ങൾക്ക് വേറിട്ട അനുഭവങ്ങൾ സമ്മാനിക്കുന്നത്. സുരേന്ദ്രൻ കോട്ടയാറിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ചായക്കടയിൽ 10ഉം 100ഉമൊന്നുമല്ല, 10,000-ലധികം പുസ്തകങ്ങളാണ് രുചി തേടി എത്തുന്നവരെയും വായനക്കാരെയും കാത്തിരിക്കുന്നത്. ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ എത്തുന്ന ആർക്കും സൗജന്യമായി പുസ്തകങ്ങളും പത്രങ്ങളും വായിക്കാം. ആദ്യമായി ചായക്കടയ്ക്കകത്ത് കയറുന്ന ആരും അമ്പരന്നു പോകും. ശാസ്ത്രപുസ്തകങ്ങളും ജീവചരിത്രങ്ങളും തത്വശാസ്ത്രകൃതികളും ഫോക്ലോർ ഗ്രന്ഥങ്ങളും ചെറുകഥകളും യാത്രാവിവരണങ്ങളും പുരാണ കഥകളും തുടങ്ങി ഒരു എ ഗ്രേഡ് ലൈബ്രറിയെ വെല്ലുന്ന രീതിയിലാണ് തൻ്റെ ചെറു ചായക്കടയിൽ സുരേന്ദ്രൻ പുസ്തകശേഖരം ഒരുക്കിയിരിക്കുന്നത്. ചായ കൂടാതെ കരിമ്പി ജ്യൂസും ഇളനീരും ലഘുഭക്ഷണങ്ങളും ഇവിടെ ലഭ്യമാണ്. വിരസതയകറ്റാനും വിശ്രമസമയം തള്ളി നീക്കാനും വായനക്കായി എത്തുന്നവരിൽ പലരും ഏതെങ്കിലും ഒരു പാനീയമോ പലഹാരമോ കഴിച്ച് മടങ്ങുകയുള്ളൂ. ഇപ്പോൾ 56 വയസ്സുള്ള സുരേന്ദ്രൻ കേവലം 2 വർഷം കൊണ്ടാണ് ഇത്രയും പുസ്തകങ്ങൾ ശേഖരിച്ചതെന്നാണ് പറയുന്നത്. ഇവിടെ അടുത്ത് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ കുറച്ച് റിട്ടയർഡ് മനുഷ്യന്മാരുണ്ട്, വയസ്സന്മാർ. അപ്പോൾ അവരെല്ലാം വരുമ്പോൾ നമ്മൾ ഇത് വെക്കും, പേപ്പർ. ഒരു ദിവസത്തെ 5 പേപ്പർ എടുക്കും. അപ്പോൾ എല്ലാ പേപ്പറും വായിക്കും. പിന്നെ വായിക്കുന്ന ബുക്കും എല്ലാം ടേബിളിൽ വെക്കും. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് അവർ എല്ലാം ബുക്ക് വായിക്കുന്നു. ഇപ്പോൾ എല്ലാം നല്ല ആൾക്കാരായിട്ട് എല്ലാം ചില എന്ത് ബുക്ക് ഉപയോഗം അവർ അതിനെടുത്തിട്ട് വായിക്കുന്നു. ചില ആൾക്കാർ വീട്ടിലേക്ക് കൊണ്ടുപോകും. 2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ച് കൊണ്ടുവരുന്ന വ്യവസ്ഥ അതിലുണ്ട്. ആയെങ്കിൽ ഇപ്പോൾ എല്ലാം സാധാരണ ബുക്ക് എഴുതിയിട്ടായിട്ടില്ല, ലേബിളിട്ട് എഴുതി ബാക്കിയിട്ട് ഇതിൻ്റെ പണിയെടുക്കുന്നുണ്ട് ടീച്ചേഴ്സുമാർ. അവർ ലീവിൽ വന്നിട്ട് അതിനെ എഴുതിയിട്ട് നമുക്ക് 35 വർഷങ്ങൾക്ക് മുമ്പ് സുരേന്ദ്രൻ്റെ മാതാവ് ശേഷമ്മയാണ് മാട ക്ഷേത്രത്തിലെത്തുന്നവരെ മുൻനിർത്തി ഈ ചായക്കട ആരംഭിച്ചത്. 5 വർഷം മുമ്പ് അമ്മ മരിച്ചതോടെ കടയുടെ നടത്തിപ്പ് സുരേന്ദ്രൻ ഏറ്റെടുക്കുകയായിരുന്നു. പിന്നാലെ കടയ്ക്കകത്ത് പുസ്തകങ്ങൾ ശേഖരിച്ചു വെക്കാൻ തുടങ്ങി. കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ ചെലവ് കഴിഞ്ഞുള്ള ബാക്കി തുക മുഴുവനും പുതിയ പുസ്തകങ്ങൾ വാങ്ങാനാണ് സുരേന്ദ്രൻ ചിലവഴിക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു സമ്പാദ്യവും താൻ ഉണ്ടാക്കിയിട്ടില്ലെന്നും സുരേന്ദ്രൻ തെല്ലൊരു അഭിമാനത്തോടെയും ആത്മനിർവൃതിയോടെയും പറയുന്നു. കടയിലുള്ള പുസ്തകങ്ങൾ എടുത്തു വായിക്കാൻ ആരുടെയും പ്രത്യേക അനുമതി വാങ്ങേണ്ടതില്ലെന്ന് മാത്രമല്ല, സ്വമേധയാ പുസ്തകങ്ങളെടുത്ത് സൗകര്യം പോലെ വായിക്കുകയും ചെയ്യാം. ഭാര്യ ഹേമാവതിക്കും മകൾ ഐശ്വര്യയ്ക്കുമൊപ്പമാണ് സുരേന്ദ്രൻ്റെ താമസം. 3 വർഷം മുമ്പ് BA വിദ്യാർത്ഥിയായിരിക്കെ അസുഖം ബാധിച്ചു മരിച്ച മകൻ ചൈത്രേഷിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ഇവരുടെ മനസ്സിൽ മായാത്ത വേദനയായി അവശേഷിക്കുന്നു. അതിനിടെ പഠനം പൂർത്തിയാക്കി മകൾ തലപ്പാടിയിലെ ഒരു ഫർണിച്ചർ സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിച്ചത് ഇവർക്ക് വലിയ ആശ്വാസം പകരുന്നുണ്ട്. പൊതുജനങ്ങൾക്കുള്ള അവസരം എന്നതിലുപരി പഠനാവശ്യങ്ങൾക്കായി പുസ്തകങ്ങൾ തേടി വിദ്യാർത്ഥികളെത്തുമ്പോൾ അവർക്കത് നൽകാൻ കഴിയുന്നു എന്നതിലാണ് തൻ്റെ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമെന്നും സാധാരണക്കാരനായ ഈ ചായക്കടക്കാരൻ തുറന്നു പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.